വചനമൊഴി ഏപ്രിൽ 2 പെസഹ വ്യാഴം. വചനഭാഗം പുറപ്പാട് 12:1-14, എസെക്കിയേൽ 45:18-25, 1 കോരിന്തോസ് 5:6-8, 11, 23-30, ലൂക്കായുടെ സുവിശേഷം 22:7-13, യോഹന്നാന്റെ സുവിശേഷം 13:1-15, ലൂക്കായുടെ സുവിശേഷം 22:15-21. ഈശോയിൽ സ്നേഹമുള്ളവരെ, കാരുണ്യവാനായ ഈശോ ദിവ്യകാരുണ്യമായി മാറിക്കൊണ്ട് പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെയും ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിക്കുന്നതുമായ പുണ്യ കർമ്മങ്ങൾ അനുസ്മരിക്കുന്ന ദിനമാണ് പെസഹ വ്യാഴം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വചനം പറയുന്നു, അവൻ ലോകത്തിലുള്ളവരെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. ഈശോ തനിക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകേണ്ട സമയമായി അറിഞ്ഞു. ഈശോയുടെ അറിവില് അവൻ വഞ്ചിക്കപ്പെടുമെന്നും തിരസ്കരിക്കപ്പെടുമെന്നും നിഷേധിക്കപ്പെടുമെന്നും ക്രൂശിക്കപ്പെടുമെന്നും അറിയാം. എങ്കിലും അവസാന നിമിഷം വരെ അവൻ തനിക്കുള്ളവരെ സ്നേഹിച്ചു. തന്നെ ഒറ്റിക്കൊടുക്കുവാനിരിക്കുന്ന യൂദാസിനെ മാറോട് ചേർത്ത് നിർത്തുന്നു. സ്നേഹത്തിന്റെ പാരമ്യം വ്യക്തമാക്കിക്കൊണ്ട് അവിടുന്ന് തന്നെ നൽകുകയും ചെയ്യുന്നു. നിങ്ങൾക്കായി മുറിക്കപ്പെടുന്ന എന്റെ ശരീരം. മുറിക്കപ്പെടുന്ന ശരീരം ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ്. തകർന്നുപോയ ബന്ധങ്ങളെ ചേർത്ത് നിർത്തുന്നതിന് വേണ്ടിയാണ്. പരാജയപ്പെടുന്ന ജീവിതങ്ങളെ ഉയർത്തുന്നതിനു വേണ്ടിയാണ്. അവസാനം വരെ തന്നെ നൽകി സ്നേഹിച്ച മിശിഹായുടെ ദിവ്യകാരുണ്യമാകുന്ന പരിശുദ്ധ കുർബാനയുടെ അനുഭവം കുർബാനാനന്തര ജീവിതത്തിലേക്കും മുറിക്കപ്പെട്ട കർത്താവിന്റെ ശരീരം സ്വീകരിക്കുന്നവർ ജീവന്റെ തുടിപ്പിനായി ബലിജീവിതം തുടരണം എന്നുമാണ് പെസഹ വ്യാഴം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കർത്താവിന്റെ ശുശ്രൂഷ പൗരോഹിത്യം സ്ഥാപിക്കുമ്പോൾ ആ ശുശ്രൂഷ വിനീതമായ മനസ്സോടെ നിർവഹിക്കുവാൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന കൽപ്പനയോടുകൂടി സ്ഥാപിതമായ ആ ശുശ്രൂഷ മിശിഹായുടെ സ്നേഹത്തിന്റെ ദൗത്യം തുടരുവാനുള്ള ക്ഷണമാണ്. മിശിഹായുടെ ബലിജീവിതം തുടരുവാനുള്ള സമൂഹമായി നാം വിളിക്കപ്പെട്ടു. അടിമത്തത്തിന്റെ ഭവനമായി ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചവനായ തമ്പുരാൻ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യകുലത്തെ വിമോചിപ്പിച്ച് ആ വിമോചനത്തിന്റെ സുവിശേഷം തകർക്കപ്പെട്ടവരുടെ പുനരുത്ഥാനമാകുന്ന ലോകത്തിന് നൽകുവാൻ മിശിഹായിൽ കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക്, പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് ഈശോ നമ്മെ ക്ഷണിക്കുന്ന ദിവസമാണ് പെസഹ വ്യാഴം. മിശിഹായുടെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാനും ആ സ്നേഹം ജീവിച്ചുകൊണ്ട് മിശിഹായുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും ഈ പെസഹ വ്യാഴം നമ്മെയും ക്ഷണിക്കുന്നു. അനുദിന ജീവിതത്തിലൂടെ സ്നേഹത്തിന്റെ സുവിശേഷം നൽകുവാൻ, തന്നെ നൽകിക്കൊണ്ട് സ്നേഹത്തിന്റെ സുവിശേഷമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.